ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ്, സ്റ്റോക്ക് ബോണസ് ഇഷ്യൂ എന്നിവയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏഷ്യൻ മോട്ടോഴ്സിന്റെ റീസെന്റ് ആയിട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വാച്ച് ദിസ് വീഡിയോ. സ്റ്റോക്ക് ബോണസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് രണ്ടിൻ്റെ പേരിൽ തന്നെ അത്യാവശ്യം അതിൻ്റെ കാര്യങ്ങൾ ഉണ്ട്. സ്റ്റോക്ക് ബോണസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോക്ക് കയ്യിലുള്ളവന് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റോക്ക് ബോണസായി നൽകുന്നതിനാണ് സ്റ്റോക്ക് ബോണസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് കയ്യിലുള്ള ഒരാളുടെ ഒരു സ്റ്റോക്കിനെ അതിനെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അതായത് ഡിവൈഡ് ചെയ്യുന്നു. ബേസിക്കലി ഇത് തന്നെയാണ് സ്റ്റോക്ക് ബോണസും സ്റ്റോക്ക് സ്പ്ലിറ്റും. അപ്പോൾ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റോക്ക് സ്പ്ലിറ്റും സ്റ്റോക്ക് ബോണസ് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു കറക്റ്റ് മാർക്കറ്റ് പ്രൈസ്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് ആ കമ്പനിക്ക് ടോട്ടലി എത്ര വാല്യൂ ഉണ്ടെന്നാണ് നോക്കുന്നത്. ഒരു കമ്പനിയുടെ ആകെ മൊത്തം ഷെയറുകളെ അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ കൊണ്ട് ഗുണിക്കുന്നതിനാണ് നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പം സ്പ്ലിറ്റ് ആയാലും ബോണസ് ആയാലും അത് എഫക്റ്റീവ് ആയി കഴിഞ്ഞതിന് ശേഷവും മുമ്പും ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവുകയാണ്. നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു ഷെയർ എ എടുക്കുകയാണ്. ആ കമ്പനിക്ക് ആകെ ഉള്ളത് 1000 ഷെയർ ആണെന്ന് വെക്കുക. ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 300 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ ആ കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 300 × 1000, അതായത് 3 ലക്ഷം ആയിരിക്കും ആ കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ്. ഇനി അതിൻ്റെ ഫേസ് വാല്യൂ, ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് സപ്പോസ് ഒരു സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസ് ഏതായാലും നമ്മളൊരു റേഷ്യോ എടുക്കുന്നത് 1:2 എന്ന റേഷ്യോയിലാണ് സംഭവിച്ചതെന്ന് കരുതുക. അപ്പം എന്തായിരിക്കും ഇതിൽ രണ്ടിൽ സംഭവിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് എടുക്കാം. സ്റ്റോക്ക് സ്പ്ലിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റോക്കിനെ 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു സ്റ്റോക്കുള്ള അയാളുടെ ആ സ്റ്റോക്ക് 2 സ്റ്റോക്കായിട്ട് മാറും. അപ്പോൾ അയാൾക്ക് 5 സ്റ്റോക്ക് ഉള്ളെങ്കിൽ ആ സ്റ്റോക്ക് 10 സ്റ്റോക്കായി മാറും. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവും. അതോടൊപ്പം തന്നെ ഫേസ് വാല്യൂ 10 ആയിരുന്നു നേരത്തെ പറഞ്ഞ സ്പ്ലിറ്റിന് മുമ്പ്. അപ്പോൾ ഫേസ് വാല്യൂ നേരെ പകുതിയായിട്ട് 5 ആയിട്ട് മാറും. സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷവും മുമ്പും കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഒരിക്കലും മാറത്തില്ല. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസ് CMP നേരെ പകുതിയാവും, 300-ൽ നിന്ന് 150 ആവും. അതേപോലെ കമ്പനിയുടെ ആകെ മൊത്തം ഷെയർസ് നേരത്തെ 1000 എണ്ണമായിരുന്നു, അത് 2000 എണ്ണമായിട്ട് മാറും. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 150 × 2000, 3 ലക്ഷം. അത് സെയിം ആയിട്ട് തന്നെ നിൽക്കും. ഇനി സ്റ്റോക്ക് ബോണസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു സ്റ്റോക്കുള്ള ഒരാൾക്ക് 2 സ്റ്റോക്ക് അധികമായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ റേഷ്യോ എടുക്കുന്നത് 1:2 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പം ഒരു സ്റ്റോക്കുള്ള അയാൾക്ക് 2 സ്റ്റോക്ക് എക്സ്ട്രാ കിട്ടും. അപ്പം വെറുതെ കിട്ടുകയാണ് അയാൾക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് ടോട്ടൽ 3 സ്റ്റോക്ക് അയാളുടെ കയ്യിലുണ്ടാവും. ഇനി 5 സ്റ്റോക്കുള്ള ഒരാളുടെ ആണെങ്കിൽ അയാൾക്ക് 10 സ്റ്റോക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ മൊത്തം അയാൾക്ക് 15 സ്റ്റോക്കാണ് കയ്യിലുണ്ടാവുക. ഇനി സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂയിൽ യാതൊരു മാറ്റവും വരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന 10 രൂപ അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ ഇവിടെ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് സെയിം ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് CMP അഥവാ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളത് 300-ൽ നിന്ന് നേരെ 100 ആയിട്ട് മാറും. അതേപോലെ തന്നെ ടോട്ടൽ സ്റ്റോക്സിൻ്റെ എണ്ണം ഇപ്പം നേരത്തെ 1000 ആയിരുന്നു, അത് ബോണസിന് ശേഷം 3000 ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 100 × 3000, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസായി 100 × ടോട്ടൽ ഷെയർസ് 3000, ആകെ 3 ലക്ഷം. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്റ്റോക്ക് ബോണസിന് ശേഷമുള്ള കണ്ടീഷൻ. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയാലും സ്റ്റോക്ക് ബോണസ് ആയാലും രണ്ടും ഒരു കോർപ്പറേറ്റ് ആക്ഷനാണ്. അതായത് ബേസിക്കലി ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഒരു ആക്ഷനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബോണസ്. അത് മെയിൻലി അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയർസിൻ്റെ ലിക്വിഡിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അതായത് നമ്പർ ഓഫ് ഷെയർസ് കൂടി കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ലിക്വിഡിറ്റി സ്റ്റോക്സിന് എക്സ്ചേഞ്ചിൽ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് വളരെയധികം കൂടുതലാണെങ്കിൽ പ്രൈസ് കുറയ്ക്കാനായിട്ടും ഇത് ചെയ്യാം. ഇനി നമുക്കൊരു സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബോണസ് അതിന് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ അതിന് ബേസിക്കായിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർസ് ഉണ്ടാവണം. അതായത് ഒരു റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാം.
ഇപ്പം ജൂൺ 25 സ്റ്റോക്ക് സ്പ്ലിറ്റ് ഡേറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് എങ്കിൽ ജൂൺ 25 EOD ടൈമിൽ, അതായത് അന്ന് വൈകുന്നേരം നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, അതിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേഷ്യോയിൽ നമുക്ക് ആ സ്റ്റോക്കിനുള്ള എലിജിബിൾ ആയിട്ടുള്ള സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസ് ഷെയർസ് കിട്ടും. അപ്പം ബേസിക്കലി നമുക്കറിയാം, ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു സ്റ്റോക്ക് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ട്രേഡിംഗ് ഡേയ്സ് മുമ്പെങ്കിലും നമ്മൾ അതിനെ മേടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ സ്റ്റോക്ക് വരികയും നമ്മൾ അതിന് എലിജിബിൾ ആവുകയും ചെയ്യത്തുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് അനൗൺസ് ആയിട്ടുള്ള ഒരു ഏഷ്യൻ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ ബോർഡ് ഏഷ്യൻ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് 1:10 റേഷ്യോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ജനറൽ ബോഡി മീറ്റിങ്ങിൽ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്താനായിട്ട് സാധിക്കും. അപ്പം അതിൽ സ്പ്ലിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 1:10 ആണ്. അതായത് ഇപ്പം നിലവിൽ ഒരു സ്റ്റോക്കുള്ള ഒരാൾക്ക് അയാളുടെ സ്റ്റോക്ക് 10 ആയിട്ട് മാറും. അപ്പം നിലവിലത്തെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 അത് 1 മാറും. അപ്പം ഇങ്ങനെയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഏഷ്യൻ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റ് വരാൻ പോകുന്നത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് അറിവ്. പിന്നെ ഇപ്പം ഏഷ്യൻ മോട്ടോഴ്സ് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 18,000 രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ അത് സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം ഏകദേശം ഇപ്പോഴത്തെ കണക്കിലാണെങ്കിൽ ഏകദേശം ഒരു ഷെയറിന് 1,800 രൂപയിലേക്ക് വരും. ഇങ്ങനെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് സംഭവിക്കുന്നത് കൊണ്ട് ബേസിക്കലി ഷോർട്ട് ടൈം ആയിട്ടൊരു അപ്പ് മൂവ്മെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്റ്റോക്കിൽ തന്നെ 18,000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ സംഭവമാണ്. കാരണം അയാളുടെ ടോട്ടൽ ക്യാപിറ്റലിൽ ഒരു വലിയ എമൗണ്ട് തന്നെ ഒരു സിംഗിൾ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതേസമയം അയാൾക്ക് 1,800 രൂപ വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുമ്പം ബേസിക്കലി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുകയും അങ്ങനെ അതിൽ ധാരാളം ഒരു അപ്പ് ട്രെൻഡിനുള്ള സാധ്യത കൂടുകയാണ്. അതായത് കൂടുതൽ ഡിമാൻഡ് വരികയും ഒരു ഷോർട്ട് ടൈം ആയിട്ടൊരു അപ്പ് ട്രെൻഡ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ SBIയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് എടുക്കാം. അതായത് 2014 നവംബറിൽ നടന്ന സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. അവിടെ SBI സെയിം ഇത് തന്നെയാണ് ചെയ്തത്. അതായത് ഒരു ഷെയറിനെ 10 ഷെയർ ആക്കി സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അറൗണ്ട് 15% ഗ്രോത്ത് അവിടെ SBIയുടെ സ്റ്റോക്കിന് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ബന്ധപ്പെടുക, അവരുടെ ഉപദേശം സ്വീകരിക്കുക. ഒരിക്കലും ഇതൊരു അഡ്വൈസ് അല്ല, ഇതൊരു സ്റ്റഡി പർപ്പസ് അല്ലെങ്കിൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് മാത്രം പാസ് ചെയ്യുന്നതാണ്. വേറെയും പല കമ്പനികളുടെയും സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് ബോണസും മാർക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ SBIയുടെ എക്സാമ്പിൾ എടുത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് SBI ഏകദേശം 3,000 രൂപയിൽ ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് 300 രൂപയാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. വേറെ അടുത്ത് റീസെൻ്റ്ലി അത്രയും വലിയ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റൊന്നും ഞാൻ ഓർക്കുന്നില്ല. സോ അതുകൊണ്ടാണ് എക്സാമ്പിൾ എടുത്തത്. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. സോ താങ്ക് യു എവരിവൺ.